ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക്സിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ എല്ലാവരും ആദ്യം പാർട്ട് 1 കണ്ടിട്ട് പാർട്ട് 2 ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് 1 കണ്ടു കഴിഞ്ഞാലാണ് പാർട്ട് 2ത്തെ എല്ലാ ടോപ്പിക്സും ക്ലിയർ ആവുള്ളൂ. അപ്പോൾ വീഡിയോ മൊത്തം കാണുക. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ടോപ്പിക്ക് കിടക്കാം. അപ്പോൾ ജെനറ്റിക്സിൻ്റെ പാർട്ട് 2 ആണ്. നമുക്ക് ഫസ്റ്റ് കാണാം ജീനോടൈപ്പ് ആൻഡ് ഫീനോടൈപ്പ്. അപ്പോൾ നമുക്ക് എന്താ നോക്കിക്കഴിഞ്ഞാൽ ജീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം, ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ജീൻസ് പ്രസൻറ്റ് ഇൻ ദ സെൽ ഓഫ് എൻ ഓർഗാനിസം ഓർ ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെല്ലിൽ ആ സെല്ലിലുള്ള ജീനുകളുടെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് ഓരോ ജീനിൻ്റെയും വേറെ വേറെ എടുത്ത് കാണിക്കുന്നതിനാണ് നമ്മൾ ജീനോടൈപ്പ് എന്ന് പറയുക. പിന്നെ ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ദ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ ജെനറ്റിക്കലി കൺട്രോൾഡ്. അപ്പോൾ ജീൻസിൻ്റെ ഓരോ ജീനിൻ്റെയും നമുക്ക് നേരത്തെ വീഡിയോ കണ്ടാൽ നമുക്കറിയാം, അലീൽ നമ്മൾ പറഞ്ഞു. അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോംസ് ആണ്. അപ്പോൾ ഓരോ ജീനിലും വേറെ വേറെ അലീലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് പുറത്തേക്ക് കാണുന്ന സമയത്ത് ഒരു സിമ്പിൾ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അതിൻ്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കാണുന്ന ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ് അലീൽസ് ആണുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻസ് കണ്ടെയ്നിങ് സിമിലർ പെയർ ഓഫ് അലീൽസ് ആർ കോൾഡ് ഹോമോസൈഗസ് അലീൽസ്. അപ്പോൾ അലീൽസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഫോംസ് ഓഫ് ജീൻസ് ആണ്. അപ്പോൾ ഒരു ജീനിൽ തന്നെ സിമിലർ പെയർ ഓഫ് അലീൽസ് ഉണ്ടെങ്കിൽ നമ്മളതിനെ ഹോമോസൈഗസ് അലീൽസ് എന്ന് വിളിക്കും. ഇത് നമുക്ക് കാണാം, ജീൻസ് കണ്ടെയ്നിങ് ഡിസിമിലർ പെയർ ഓഫ് അലീൽസ് ആർ കോൾഡ് ഹെട്രോസൈഗസ് അലീൽസ്. അപ്പോൾ ഒരു ജീനിൽ ഡിസിമിലർ ആയിട്ടുള്ള അലീൽസ് ആണെന്ന് വെച്ചാൽ ആ ജീനിനെ അല്ലെങ്കിൽ അലീലിനെ നമ്മൾ ഹെട്രോസൈഗസ് അലീൽസ് എന്ന് വിളിക്കും. നമുക്ക് കാണാം, എക്സാമ്പിൾ കാണാം. ഇഫ് ദ ഹൈറ്റ് ഓഫ് എ പ്ലാന്റ് ഈസ് എ ഫീച്ചർ, ദെൻ capital letter T and small letter t are homozygous alleles. അപ്പോൾ ഒരേ മാതിരിയുള്ള അലീലാണെങ്കിൽ അതിനെ ഹോമോസൈഗസ് അലീൽ നമുക്ക് കാണാം. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മോൾ ലെറ്റർ ടി ആൻഡ് സ്മോൾ ലെറ്റർ ടി, ക്യാപിറ്റൽ ലെറ്റർ ടി, അങ്ങനെ വേറെ വേറെ ആയിട്ട് വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഹെട്രോസൈഗസ് അലീൽസ് എന്ന് വിളിക്കും. നമുക്ക് അടുത്ത ടോപ്പിക് കാണാം, സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is the appearance of a trait which is due to the presence of an allele exclusively either on the X chromosome or on the Y chromosome. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയ്റ്റാണ്. നമുക്ക് ട്രെയ്റ്റ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ നമുക്കറിയാം, ക്യാരക്ടറിൻ്റെ ഓൾട്ടർനേറ്റീവ് ഫോമാണ് ട്രെയ്റ്റ്. അപ്പോൾ ഒരു ട്രെയ്റ്റ് ഒരു പ്രത്യേക അലീലിൽ കണ്ടുവരണത്, അപ്പോൾ അത് ഈ അലീൽ ഏതിലുണ്ടാവാൻ സാധ്യത, ഒന്നില്ലെങ്കിൽ X ക്രോമസോമിൽ അല്ലെങ്കിൽ Y ക്രോമസോമിൽ, ഇതിലേതെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ ട്രെയ്റ്റ് നമ്മുടെ ബോഡിയിൽ അപ്പിയർ ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് കാണാം, ഈ സെക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് വഴി നമുക്ക് ഡിസീസൊക്കെ ട്രാൻസ്മിറ്റായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന കുറച്ച് ഡിസീസാണ് ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അത് മിക്ക ക്വസ്റ്റ്യനും ചോദിക്കുന്നതാണ് ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്. അടുത്തത് ഇൻഹെറിറ്റൻസ് ഓഫ് ഡിസീസസ് ഫ്രം മദർ ടു സൺ ആൻഡ് ഫ്രം ഫാദർ ടു ഡോട്ടർ ഈസ് കോൾഡ് ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്, മദർ ടു സൺ എന്ന് പറയുന്ന സമയത്ത് മെയിലിൽ നിന്ന് ഫീമെയിലിക്കും ഫീമെയിലിൽ നിന്ന് മെയിലിക്കും അങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നതാണ് ക്രോസ് ആയിട്ട് ഡിസീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീച്ചർ ട്രാൻസ്മിറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്രിസ് ക്രോസ് ഇൻഹെറിറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്രോസ് ആവണം. അടുത്തത് പെഡിഗ്രി ചാർട്ട് ആൻഡ് പുന്നെറ്റ് സ്ക്വയർ. ഇതിൽ പെഡിഗ്രി ചാർട്ട് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമുക്കധികം ബുക്കിലൊന്നും അധികം കാണില്ല, എന്നാലും ചില സമയത്ത് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ പുന്നെറ്റ് സ്ക്വയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാണാം, എ പെഡിഗ്രി ചാർട്ട് ഈസ് എ ഡയഗ്രാം ദാറ്റ് ഷോസ് ദ ഒക്കറൻസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ഫീനോടൈപ്സ് ഓഫ് എ പെർട്ടിക്കുലർ ജീൻ ഓർ ഓർഗാനിസം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഓർഗാനിസത്തിലെ ആ ജീനുകളുടെ അപ്പിയറൻസ് വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ് പെഡിഗ്രി ചാർട്ട്. നമുക്ക് അടുത്ത് പുന്നെറ്റ് സ്ക്വയർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആക്സസ് ദി ജീനോട്ടിപ്പിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ നെക്സ്റ്റ് ഫിലിയൽ ജനറേഷൻ.
നമുക്ക് ഫിലിയൽ ജനറേഷൻ എന്താണെന്ന് അറിയണം. ഫിലിയൽ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാം, ഫിലിയൽ ജനറേഷൻ മീൻസ് എ ക്രോസ് ബിറ്റ്വീൻ ഓഫ് സ്പ്രിങ്സ്. അപ്പോൾ ഓഫ് സ്പ്രിങ്സ് തമ്മിലുള്ള ജീനുകളുടെ ഒരു ക്രോസിനെയാണ് നമ്മൾ ഫിലിയൽ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ഫിലിയൽ ജനറേഷൻ, ഇപ്പോൾ ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ ഉണ്ട്, സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഫിലിയൽ ജനറേഷനിൽ സെക്കൻഡ് ഫിലിയൽ ജനറേഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ജീനോടൈപ്പിക് ക്യാരക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് പുന്നെറ്റ് സ്ക്വയർ. നമുക്കിത് സൈഡിലൊരു പുന്നെറ്റ് സ്ക്വയറിൻ്റെ ഡയഗ്രാം കാണാം. അതിൽ ക്യാപിറ്റൽ ലെറ്റർ ടി എന്ന് എഴുതി ഉണ്ടാവും, സ്മോൾ ലെറ്റർ ടി എന്നുള്ളതുണ്ടാവും. ഇത് രണ്ടും ഹോമോസൈഗസ് ആണ്, മറ്റേത് ഹെട്രോസൈഗസ് ആണ്. അപ്പോൾ നമുക്ക് ഒരു 2 ഹെട്രോസൈഗസ് പാരൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാവണ പുതിയ ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പുന്നെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം 2 ഹോമോസൈഗസ് ആയിട്ടുള്ള അലീൽസും വരുന്നുണ്ട്, 2 ഹെട്രോസൈഗസ് ആയിട്ടുള്ള അലീൽസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. അടുത്ത് മോണോഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്ന സമയത്ത് എ ക്രോസ് ബിറ്റ്വീൻ പ്യുവർ വെറൈറ്റീസ് ബൈ ടേക്കിംഗ് ഓൺലി 1 ഫീച്ചർ അറ്റ് എ ടൈം ഈസ് കോൾഡ് മോണോഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ ഒരു പ്ലാന്റിൻ്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ പുന്നെറ്റ് സ്ക്വയർ കണ്ടത്. അപ്പോൾ അതേമാതിരി ഒരൊറ്റ ഫീച്ചർ വെച്ചിട്ട് നമ്മൾ ഒരു ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ്. മോണോ മീൻസ് 1. നമുക്ക് അടുത്തത് കാണാം മോണോ ഹൈബ്രിഡ് റേഷ്യോ. ഈ മോണോ ഹൈബ്രിഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ ജീനോടൈപ്പിക് റേഷ്യോ. ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ റേഷ്യോ. ഇപ്പോൾ നമുക്ക് ഒബ്സർവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലാന്റ് ടോളാണ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഹോമോസൈഗസ് ടോളും ആവാൻ സാധ്യതയുണ്ട്, ഹെട്രോസൈഗസ് ടോളും ആവാൻ സാധ്യതയുണ്ട്. അതിൽ ഹോമോസൈഗസും ഹെട്രോസൈഗസും ഫീനോട്ടിപ്പിക്കലി അത് സെയിം ആണ്, രണ്ടും ടോളാണ്. പക്ഷേ ജീനോട്ടിപ്പിക്കലി ഒരെണ്ണം ഹോമോസൈഗസും ഒരെണ്ണം ഹെട്രോസൈഗസും ആണ്, അപ്പോൾ വേറെ വേറെ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മോണോഹൈബ്രിഡ് റേഷ്യോയിൽ F2 ജനറേഷൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ കാണാം 3:1. 3:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടോൾ പ്ലാന്റ്സും 1 ഡ്വാർഫ് പ്ലാന്റും. ജീനോടൈപ്പിക് റേഷ്യോ നമുക്ക് കാണാം 1:2:1. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഹോമോസൈഗസ് ടോൾ, 2 ഹെട്രോസൈഗസ് ടോൾ, 1 ഹോമോസൈഗസ് ഡ്വാർഫ്. നമുക്ക് അടുത്തത് നോക്കാം. ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു ഹോമോസൈഗസ് ടോളും ഒരു ഹോമോസൈഗസ് ഡ്വാർഫും തമ്മിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെട്രോസൈഗസ് ടോളാണ് കിട്ടുക. 4 ഹെട്രോസൈഗസ് ടോൾ കിട്ടും. പക്ഷെ നമ്മളിതിൽ നമ്മുടെ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡിന് വേണ്ടിയിട്ട് ഒറ്റൊന്ന് മാത്രമായിട്ടാണ് എടുത്തേക്കുന്നത്. അത് രണ്ടെണ്ണം എടുത്തിട്ട് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ കിട്ടും. ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ്റെ റിസൾട്ട് എടുത്തിട്ട് വീണ്ടും ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഫിലിയൽ ജനറേഷൻ കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു ഹോമോസൈഗസ് ടോൾ, ഒരു ഹോമോസൈഗസ് ഡ്വാർഫ്, പിന്നെ 2 ഹെട്രോസൈഗസ് ടോൾ. അങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് ക്രോസ് ആയിട്ട് എടുക്കുന്നത്. നമുക്ക് അടുത്ത് കാണാം ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്രോസ് ബിറ്റ്വീൻ പ്യുവർ വെറൈറ്റീസ് ബൈ ടേക്കിംഗ് 2 ഫീച്ചേഴ്സ് അറ്റ് എ ടൈം ഈസ് കോൾഡ് ഡൈഹൈബ്രിഡ് ക്രോസ്. നമ്മൾ നേരത്തെ മോണോ ഹൈബ്രിഡ് ക്രോസ് കണ്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഫീച്ചർ എടുക്കണത്. ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു വ്യത്യാസമില്ല. ആകെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒറ്റ ഫീച്ചർ എടുക്കണമെന്ന് വെച്ചാൽ ഇതിൽ 2 ഫീച്ചർ എടുക്കും. നമുക്ക് അതിൻ്റെ റേഷ്യോ കാണാം, നേരത്തെ കണ്ട മാതിരി തന്നെയാണ്. ഇതിൽ ഫീനോടൈപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:3:3:1. ജീനോടൈപ്പിക് റേഷ്യോ പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്. കണ്ട് നമുക്ക് നോക്കണമെന്നില്ല, നമുക്ക് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് അതിൽ കാണാം 2 ഫീച്ചേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിലെന്താ 2 ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീഡാണ്, സീഡിൻ്റെ കളറും അതിൻ്റെ ഷേപ്പുമാണ് എടുത്തേക്കണ്. ഡൊമിനൻ്റ് ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെല്ലോ ആണ്, റെസസീവ് ആയിട്ടുള്ള കളർ പറഞ്ഞാൽ ഗ്രീനാണ്. ഡൊമിനൻ്റ് ആയിട്ടുള്ള ഷേപ്പ് പറഞ്ഞാൽ റൗണ്ടാണ്, റെസസീവ് ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിങ്കിൾഡ് ഷേപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ പ്യൂനറ്റ് സ്ക്വയറിൽ ക്രോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 9 യെല്ലോ ആൻഡ് റൗണ്ട് സീഡ്സ് കിട്ടും, 3 ഗ്രീൻ ആൻഡ് റൗണ്ട് സീഡ്സ് കിട്ടും, 3 യെല്ലോ ആൻഡ് റിങ്കിൾഡ് സീഡ്സ് കിട്ടും, ഒരു ഗ്രീൻ ആൻഡ് റിങ്കിൾഡ് സീഡാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ ഫീനോട്ടിപ്പിക്കലി നമുക്ക് കാണാൻ
ഇങ്ങനെ ഉണ്ടാവുക. പക്ഷേ ജീനോടൈപ്പ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറേ വേറെ റേഷ്യോസിൻ്റെ ലെങ്ത്ത് കൂടി വരും. അത് നമുക്ക് ഫീനോടൈപ്പിക്കിൻ്റെ റേഷ്യോ നോക്കിയാൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9:3:3:1. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഇൻഹെറിറ്റൻസ്, അടുത്ത ടോപ്പിക് അതാണ്. അപ്പോൾ അതിലെന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഗർ ജോൺ മെൻഡൽ കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ഇൻഹെറിറ്റൻസ് ഓൺ ഗാർഡൻ പി. അപ്പോൾ മെൻഡൽ എക്സ്പെരിമെൻറ്റ് എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർഡൻ പി, അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പൈസം സാറ്റൈവം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, അതെല്ലാവരും ശ്രദ്ധിച്ച് വെക്കണം. പിന്നെ പറയുന്നത് ഗാർഡൻ പി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്. ആ ഗാർഡൻ പി മെനി വെറൈറ്റീസിൽ കിട്ടുമായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്യുവർ ഫോംസിലായിട്ടാണ് വെറൈറ്റീസ് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ റിമൂവ് ചെയ്തിട്ട് ക്രോസ് പോളിനേഷൻ ആർട്ടിഫിഷ്യലി ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് അതിലുള്ള പോയിൻറ്റ്സ്. പിന്നെ മെൻഡൽസ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണ്. ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് ഡൊമിനൻസ്. ഔട്ട് ഓഫ് ദ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ടുഗദർ ഓൺലി വൺ ഈസ് ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് വൈൽ ദ അതർ റിമെയിൻ സപ്രസ്ഡ്. അപ്പോൾ നമുക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ലോ പറയുന്ന സമയത്ത് ഇങ്ങനെ പറയണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയർ ഓഫ് കോൺട്രാക്റ്റിംഗ് ഫീച്ചേഴ്സ് ഉള്ള സമയത്ത് അതിൽ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഒരൊറ്റ അലീലിൽ മാത്രമാണ് ഫീച്ചർ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. റെസസീവ് അവിടെ സപ്രസ്ഡ് ആയിട്ട് ഇരിക്കും. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് സെഗ്രിഗേഷൻ, ഓൾസോ കോൾഡ് ദ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ്. അതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടു മെമ്പർ ഓഫ് എ പെയർ ഓഫ് വെക്ടേഴ്സ് സെപ്പറേറ്റ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ഗമീറ്റ്സ്. അപ്പോൾ ഗമീറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ഒരു ജീനിൻ്റെ രണ്ട് അരിയിൽ വേറെ ഗാമേറ്റിക്കായിട്ട് പോകും. നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. വെൻ ദർ ആർ ടു പെയർസ് ഓഫ് ക്യാരക്ടേഴ്സ്, രണ്ട് പെയർ ഓഫ് ക്യാരക്ടർ ഉണ്ടെങ്കിൽ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അലീൽസ് ഓഫ് വൺ ക്യാരക്ടർ ഇൻ ടു ദ ഗമേറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അലീൽസ് ഓഫ് അതർ ക്യാരക്ടർ. ഒരു അലീൽ ഒരു ക്യാരക്ടർക്ക് പോണത് ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വേറൊന്നിലേക്ക് പോണത്. അതായത് ഒരു അലീൽ ഒരു ക്യാരക്ടർക്ക് പോണതിനെ വേറൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് അത് അതിൻ്റെ സ്വയം ഇഷ്ടപ്രകാരമാണ് വേറെ ആയിട്ട് പോകുന്നത്. നമുക്ക് അടുത്ത് നോക്കുമ്പോൾ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ ഈസ് എ സഡൻ ചേഞ്ച് ഇൻ വൺ ഓർ മോർ ജീൻസ് ഓർ ഇൻ ദ നമ്പർ ഓർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ക്രോമസോം. അപ്പോൾ ജീനിൽ വരുന്ന ഒരു സഡൻ ചേഞ്ചിനാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിളായിട്ട് വരുന്നത് സിക്കിൾ സെൽ അനീമിയ, റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻസ്, ഇത് രണ്ടുമാണ് അതിൽ വരുന്ന ഡിസീസസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. മ്യൂട്ടേഷൻ ഇറ്റ് ഈസ് എ സഡൻ ചേഞ്ച് ഇൻ ദ നമ്പർ ഓർ സ്ട്രക്ചർ, അങ്ങനെ എന്തെങ്കിലും ഉള്ള ജീൻസിൽ വരുന്ന സഡൻ ചേഞ്ചിനാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. പുതിയ വീഡിയോ ആയിട്ട് വരണവരെ എല്ലാവർക്കും ഗുഡ് ബൈ.